2016 പുലിമുരുകൻ ഇറങ്ങി. അന്ന് 6ൽ പഠിക്കുക. 5 വയസ്സല്ലേ? പുലിമുരുകനെ അഭിനയിക്കുന്നു. അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കും, എന്തിനാണ് ഇവരെയൊക്കെ എൻ്റെ പുറകെ ഇങ്ങനെ വരുന്നത്, ഞാൻ ആരാണ് എന്നൊക്കെ ഉള്ള കവിളിൽ ഇങ്ങനെ പിടിക്കും. അതൊക്കെ എനിക്ക് ഭയങ്കര ചുച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് കൊല്ലണം, പുലിയെ കൊല്ലണം. ചിലവർ എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു, നീ എന്തിനാ വലുതായി എന്നൊക്കെ ചോദിക്കും. ബാഗിൻ്റെ അകത്ത് എൻ്റെ പടമുള്ള ബാഗൊക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത്. നമ്മളെക്കാൾ ഒരുപാട് പ്രായമുള്ള ആളുകൾക്ക് നമ്മളെ ഭയങ്കര അവരുടെ ഒരാളെ പോലെ, ഡെയിലി കാണുന്ന ഒരാളെ പോലെയൊക്കെ നമ്മളെ ട്രീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഭയങ്കര ഇതാണ്. ഭയങ്കര സ്നേഹമൊക്കെ കാണിക്കുമ്പോൾ നമ്മളിങ്ങനെ പോലെ നമ്മൾ വേർത്താണോ ഇതിനൊക്കെ എന്നൊക്കെ തോന്നും. ആ കൂട്ടത്തിൽ ഏറ്റവും ചെറുത് ഞാനായിരുന്നു. ഇപ്പൊ ആലോചിക്കുമ്പോഴത്തേക്ക് ഭയങ്കര വലിയ സംഭവം അന്ന് അത് നമുക്ക് തോന്നില്ല. ആൾക്കാർ തിരിച്ചറിയാറുണ്ടോ പുറത്തിറങ്ങുമ്പോൾ? കുറവാണ്. ബിച്ചേട്ടൻ തുണ്ടെന്ന് വെച്ചിട്ടില്ല, അപ്പൊ കുറച്ച് പഠിപ്പിച്ചു കൊടുക്കേണ്ടി വന്നു. ഞാൻ എല്ലാ വർഷവും വെക്കുവോ? ഞാനായിരുന്നു സപ്ലയർ. ലൈക്ക് ഞാനാണ് കോപ്പിയൊക്കെ എടുത്ത് കൂട്ടുകാരന്മാർക്ക് കൊണ്ട് കൊടുക്കുന്നത്. ഇത്ര ഹൈടെക് ആയിട്ടൊന്നും ഞാൻ തുണ്ട് വെച്ചിട്ടില്ല. വെക്കുന്നതിനേക്കാളും സ്കില്ല് വേണം. അത് പോക്കറ്റിൽ നിന്നോ അല്ലെങ്കിൽ എവിടെന്നെങ്കിലൊക്കെ എടുത്ത് എഴുതി കളത്തിലെ മുഖത്ത് വരാണ്ട് നമ്മളിങ്ങനെ എടുത്ത് വെക്കുമ്പോൾ തന്നെ ടീച്ചർമാരാ എണീറ്റോ വെക്കും. എഴുതുന്നത് ഭയങ്കര കുറവായിരിക്കും. എങ്ങാനും ചാൻസ് കിട്ടിയ വെറുതെ ബിരിയാണി കിട്ടിയാലും അഭിനയിക്കേണ്ടി വന്നില്ലല്ലോ, ഭയങ്കര എളുപ്പമായിരുന്നല്ലോ എന്നൊക്കെ. 5 വയസ്സിലൊക്കെ ആരാ ഡാൻസ് കളിക്കുന്നത്? എനിക്കങ്ങനെ ഭയങ്കര പാഷനൊന്നും ഇല്ലായിരുന്നു ഡാൻസിനോട്. ക്ലാസ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡാൻസ് പഠിക്കാൻ തന്നെ പോയത്. ഓഡിയൻസിൽ ഇരിക്കാനാണ് കുറച്ചും കൂടെ ഇഷ്ടം. കമൻ്റ് അടിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഇരിക്കാനാണ് താല്പര്യം. എയിം ഇല്ലാത്തതല്ല, പക്ഷെ ആഗ്രഹിച്ചിട്ട് കിട്ടില്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഡിസപ്പോയിൻറ്റഡ് ആവുന്നു. അവരെല്ലാവരും ഊക്കുന്ന തന്നെയായിരുന്നു ADs ഒക്കെ. വന്ന് ഇന്നത്തെ വേട്ടമൃഗം വന്നു എന്നൊക്കെ പറയുന്നല്ല. ബിച്ചേട്ടനിങ്ങനെ ഉണ്ടക്കണ്ണ എന്നൊക്കെ ആയിരുന്നു പറയുന്നത്. അജാസിന്റെ തുണ്ട് ഇറങ്ങുന്നു എന്നൊക്കെ പറയാം. ആ തുണ്ടല്ല ഈ തുണ്ട് ഒന്നുമില്ലടാ. ഇപ്പോഴും ചോദിക്കാറുണ്ടോ ആളുകൾ? ഇപ്പോഴും പൊറോട്ട കഴിക്കാറുണ്ടോ? ഇപ്പോഴും പൊറോട്ടയും ചിക്കനുമാണ് ഫേവറേറ്റ് ഫുഡായിട്ട് വരുന്നത്. എനി ടൈം എപ്പോൾ തന്നാലും കഴിക്കും. ഒരു ഓപ്ഷൻ കിട്ടിയാൽ എന്തെങ്കിലും എന്താ കഴിക്കാൻ വേണ്ടത്, പൊറോട്ട അങ്ങനെ പറയും. ഹായ് ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ടു ജാങ്കോ സ്പേസ്. ഇന്ന് എൻ്റെ കൂടെ ഇരിക്കുന്ന ഗസ്റ്റിനെ കണ്ടിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും തോന്നുന്നുണ്ടാവും എവിടെയോ കണ്ട് നല്ല ഒരു പരിചയമുണ്ട്, പക്ഷെ ആളെ അങ്ങോട്ട് മനസ്സിലാകുന്നില്ലല്ലോ എന്നുള്ള ഒരിത് ഒന്ന് തോന്നുന്നുണ്ടാവും നിങ്ങൾക്ക്. ഇത് മറ്റാരുമല്ല, നമ്മുടെ സ്വന്തം അജാസാണ്. അതായത് ഡീഫോ ഡാൻസിലൂടെ ആദ്യം നമുക്ക് കിട്ടിയ നമ്മുടെ സ്വന്തം അജാസ് പിന്നീട് കുട്ടി പുലിമുരുകനായിട്ട് നമ്മുടെ കുട്ടി പുലിമുരുകനായിട്ട് നമ്മുടെ മുമ്പിലേക്ക് വന്നു. ഇപ്പം ഇതാ ഫൈനലി തുണ്ടിലൂടെ എത്തിയിരിക്കുകയാണ്. ഇത് ആളെ കണ്ടിട്ട് മനസ്സിലാവുന്നേ ഇല്ല. എല്ലാവരും ഇങ്ങനെ പറഞ്ഞേ അതിനകത്ത് നമ്മുടെ അജാസ് ഉണ്ട്, നമ്മുടെ കുഞ്ഞു പുലിമുരുകനായിട്ട് വന്ന അവനുണ്ട്. അത് മെലിഞ്ഞ് ഭയങ്കര സുന്ദരനായി മറ്റേ ഒരു എന്താ പറയുക അഡോളസൻ സിറ്റിംഗ് ഹാർഡ് എന്നൊക്കെ പറയുന്ന സാധനമില്ലേ, അതാണ് നിനക്ക് സംഭവിച്ചതെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എന്താണ് ഈ ട്രാൻസ്ഫോർമേഷൻ്റെ രഹസ്യം? അതാദ്യം ചോദിക്കട്ടെ. വലുതായി. 2016 പുലിമുരുകൻ ഇറങ്ങി. അന്ന് 6ൽ പഠിക്കുക. ഇന്നും ഫസ്റ്റ് ഇയർ ആയി ഡിഗ്രി. വലുതാകുമ്പോഴത്തേക്ക് മാറും. എടാ നീയൊക്കെ ഡിഗ്രി ഫസ്റ്റ് ഇയർ ആയി പറയുമ്പോൾ എനിക്കൊക്കെ ഇങ്ങനെ പ്രായമായി എന്ന് തോന്നുന്നു. നീ ഇങ്ങനെ ചെറുതായിരുന്നപ്പോഴത്തേക്കും. അത് കറക്റ്റാണ്, പ്രായം വരുന്നുണ്ട്. ഇപ്പൊ എത്ര വയസ്സുണ്ട്? എനിക്കോ? ഇല്ല, എനിക്ക് 21 വയസ്സേ ഉള്ളൂ. 21? അപ്പൊ അന്ന് 10ലോ? 8, 9, 10 ആ ഒരു സമയം. അപ്പൊ അന്ന് 6 വയസ്സോ അങ്ങനെ എന്തല്ലോ ഉള്ളേ അവിടെ? 6 വയസ്സല്ല, 5 വയസ്സായിരുന്നു. 5 വയസ്സല്ലേ? പുലിമുരുകനെ അഭിനയിക്കുമ്പോ അത്രേ ഉള്ളൂ. അപ്പൊ ഡാൻസ് കളിക്കുമ്പോ 5 വയസ്സിലൊക്കെ ആരാ ഡാൻസ് കളിക്കുന്നത്? ഇത് നോക്കിക്കേ യൂട്യൂബിൽ. 6 വയസ്സെന്നാണോ കിടക്കുന്നത്? അല്ല, ആ ഒരു ലുക്ക് കണ്ടിട്ടേ ഇതിനകത്ത് എത്ര വയസ്സുണ്ടാവും? ഇതിനകത്ത് 5 വയസ്സുള്ളൂ. അയ്യോടാ, ഭയങ്കര. എനിക്ക് തോന്നുന്നു ഞാൻ 4th-ലോ 5th-ലോ എന്തോ പഠിക്കുമ്പോഴാണ് ഡീഫോ ഡാൻസ്. അത് ശരി. അപ്പം ലൈക്ക് പുലിമുരുകൻ ചെയ്തിട്ട് പിന്നെ നമ്മൾ അങ്ങോട്ട് അത്ര ഒരു മെയിൻ സ്ക്രീനിലേക്ക് കാണാണ്ട് പിന്നീട് ഇപ്പം തുണ്ടിലാണ് നമ്മൾ കണ്ടതെന്ന് തോന്നുന്നു. അപ്പം ആ ഒരു ബ്രേക്ക് സമയത്ത് എന്തായിരുന്നു? പഠിത്തത്തിൽ കോൺസെൻട്രേഷൻ ആയിരുന്നു പരിപാടി? ഡാൻസ് ഉണ്ടായിരുന്നു കുറേ നാൾ. പിന്നെ 10th ഒക്കെ ആയപ്പോഴത്തേക്കും പയ്യെ പഠിക്കാൻ നല്ല മിടുക്കനായതുകൊണ്ട് പഠിത്തത്തിലോട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടി, ഇല്ലെങ്കിൽ പാസ്സാവില്ലായിരുന്നു 10th. അപ്പം അങ്ങനെ പിന്നെ കൊറോണ ഒക്കെ വന്നു. അങ്ങനെ ഒരു ബ്രേക്ക് ആയി പോയത്. പിന്നെ +2 കഴിഞ്ഞ് നിൽക്കുമ്പോഴാണ് ഇത് തുണ്ട് വന്നത്. അങ്ങനെ ഫൈനലി തുണ്ട് ഇന്ന് റിലീസായിരിക്കുകയാണ്. ബിജുചേട്ടൻ്റെ മോനായിട്ടാണ്. എങ്ങനെയുണ്ട് സിനിമ ഇറങ്ങി കഴിഞ്ഞിട്ട് ആൾക്കാരുടെ പ്രതികരണം? ഇപ്പൊ കഴിഞ്ഞുള്ളൂ, നേരെ ഇങ്ങോട്ട് വന്നോണ്ട് കൊള്ളാം, എല്ലാവരും നല്ല അഭിപ്രായമാണ് പറയുന്നത്. അപ്പോൾ ഒരുപാട് നാൾ വെയിറ്റ് ചെയ്ത് ഇരുന്നിട്ട് റിലീസ് ഇന്നായിരുന്നു. അത് ശരി. ഇപ്പോൾ മൂവിയുടെ അകത്തെ പോലെ തന്നെയാണോ ബിജുചേട്ടൻ എല്ലാ കള്ളത്തരവും പഠിപ്പിച്ചു കൊടുക്കുന്നത് നീയാണെന്നുള്ളൊരു ഇതുണ്ട്? അപ്പം എങ്ങനെയാണ് അദ്ദേഹമായിട്ടുള്ളൊരു റാപ്പോ?
കൊള്ളായിരുന്നു. ബിജേട്ടൻ തുണ്ടെന്ന് വെച്ചിട്ടില്ല, അപ്പോൾ കുറച്ച് പഠിപ്പിച്ചു കൊടുക്കേണ്ടി വന്നു. അങ്ങനെ നമ്മൾ ബാക്കി സിനിമയുടെ മനസ്സിലാവും എങ്ങനെയാന്ന് വന്ന് പുള്ളി എങ്ങനെ വിജയിച്ചോ തുണ്ട് അടിച്ചിട്ടെന്നൊക്കെ. അല്ല ഞാൻ ചോദിക്കട്ടെ, റിയൽ ലൈഫിൽ ശരിക്കും എപ്പോഴെങ്കിലും ഒരു കോളേജിൻ്റെ കാര്യം പറയണ്ട, എപ്പോഴും അവിടെ തന്നെ പഠിക്കുന്ന ആയതുകൊണ്ട് സ്കൂളിൽ എപ്പോഴെങ്കിലും ഈ സിനിമയിൽ കാണുന്ന മാതിരി ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടോ? എല്ലാ വർഷവും വയ്ക്കുമോ? അത് ക്ലാസ് പറയുന്നില്ല, ചിലപ്പോൾ പേപ്പർ ചെക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ട്. വീണ്ടും ചെയ്തിട്ടുണ്ട് അങ്ങനെ. ഞാനായിരുന്നു സപ്ലയർ, ലൈക്ക് ഞാനാണ് കോപ്പിയൊക്കെ എടുത്ത് കൂട്ടുകാരന്മാർക്ക് കൊണ്ട് കൊടുക്കുന്നത്, മൈക്രോ കോപ്പിയൊക്കെ എടുത്ത്. ഇപ്പം ഇങ്ങനെ എഴുത്തൊന്നുമല്ല, ഇപ്പം എല്ലാവരും മൈക്രോ കോപ്പിയൊക്കെ എടുക്കും. അതെ, എങ്ങനെ ഒരു വഴി പറഞ്ഞു തരുമോ? ഞാനൊക്കെ ചെയ്തിട്ട് ഞാൻ ഇവിടേക്ക് എഴുതി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ചാപ്റ്ററിൻ്റെ PDF കിട്ടും, അതെടുത്ത് നോട്ട്സ് ആക്കാം, എന്നിട്ട് അത് ഫോണിൽ ഇതാക്കിയിട്ട് കൊണ്ടുപോയി മൈക്രോ കോപ്പി എടുക്കാം. അത് എല്ലാവർക്കും അറിയായിരിക്കും. ദൈവമേ, ഞങ്ങളൊക്കെ പഠിക്കുമ്പോൾ ഇത്രയും ഒരു ടെക്നോളജിയിലേക്കൊന്നും നമ്മൾ എത്തിയിട്ടില്ല. അതുകൊണ്ട് പഠിക്കുന്ന നല്ല മിടുക്കിയായോണ്ട് കുഴപ്പമില്ലായിരിക്കില്ലേ? എനിവേ, തുണ്ടിലെനിക്കൊരു അതുകൊണ്ട് അധികം അങ്ങോട്ട് അഭിനയിക്കേണ്ടി വന്നിട്ടുണ്ടാവില്ല എന്ന് തോന്നുന്നു. എന്താ അഭിപ്രായം? ഇല്ല, ഇത്ര ഹൈടെക് ആയിട്ടൊന്നും ഞാൻ തുണ്ട് വെച്ചിട്ടില്ല. നമ്മൾ പഴയ നാടൻ അതേപോലെ മൈക്രോ കോപ്പി എടുക്കുന്നേ ഉള്ളൂ. കോപ്പി അടിക്കുന്നതൊക്കെ കുറവായിരുന്നു. പോക്കറ്റിൽ ഇരിക്കും എക്സാം തീരുന്നവരെ, എടുക്കാൻ പേടിയായിരിക്കും. അതിനൊരു വെക്കുന്നതിനേക്കാളും സ്കില്ല് വേണം. അത് പോക്കറ്റിൽ നിന്നോ അല്ലെങ്കിൽ എവിടെന്നെങ്കിലൊക്കെ എടുത്ത് എഴുതി കളത്തിൻ്റെ മുഖത്ത് വരാണ്ട് നമ്മളിങ്ങനെ എടുത്ത് വെക്കുമ്പോൾ തന്നെ ടീച്ചർമാരാ എണീറ്റോ ഇനി തന്നേക്കെന്ന് പറയും. എടാ, പക്ഷെ നീ സെലിബ്രിറ്റി ആയതിൻ്റെ ഒരു ഇതൊക്കെ ഉണ്ടാവില്ലേ, ഇനി പിടിക്കപ്പെട്ട ഒരു നാണക്കേട് അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ടോ? അതാ പറഞ്ഞത്, വെക്കും, എഴുതുന്നത് ഭയങ്കര കുറവായിരിക്കും. അത് തന്നെ ഒരു ധൈര്യത്തിന് അല്ലേ അവിടെ ഇരുന്നോട്ടെ. എങ്ങാനും ചാൻസ് കിട്ടിയ വെറുതെ ബിരിയാണി കിട്ടിയാലോ എന്നുള്ള രീതിയിൽ അതോടെ ഇരിക്കുന്നത്. എങ്ങനെയാണ് അപ്പൊ ശരിക്കും തുണ്ടിലേക്ക് അജാസ് എത്തുന്നത്? ഇതിന്റെ കാസ്റ്റിംഗ് കോൾ നടക്കുന്ന സമയത്ത് ലൈക്ക് ഓഡീഷന് വിളിച്ചു. അങ്ങനെ അപ്പൊ ഞാൻ +2 കഴിഞ്ഞ് നിൽക്കുന്ന ടൈമായിരുന്നു, ഫ്രീ ആയിരുന്നു. അങ്ങനെ ഒരു ദിവസം വന്നപ്പോഴത്തേക്ക് റിയാസ് കാക്കും ബാക്കി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. പിന്നെ അങ്ങനെ സംഭവിച്ചു. അങ്ങനെ വരുമായിരുന്നു. ഇപ്പം ഈ സിനിമയിലെ സീനും ഇതൊക്കെ കണ്ടിട്ട് കൂട്ടുകാരെങ്കിലും വിളിച്ച് എടാ പറഞ്ഞിട്ട് എന്തെങ്കിലും പറഞ്ഞിരുന്നോ? ഇല്ല, അവർക്കൊക്കെ അതാ പറഞ്ഞ അവരിത് തന്നെ, നിനക്ക് അഭിനയിക്കേണ്ടി വന്നില്ലല്ലോ, ഭയങ്കര എളുപ്പമായിരുന്നല്ലോ എന്നൊക്കെ പറയാത്. റിയൽ ലൈഫിൽ ഏറ്റവും എന്താ പറയുക പ്രൊഫഷണലായിട്ട് ഒരു കോപ്പി അടിച്ച് ഏതെങ്കിലും ഒരു കഥ ഒന്ന് ഷെയർ ചെയ്യാൻ പറഞ്ഞാൽ എന്തായിരിക്കും പറയാ? പ്രൊഫഷണലായിട്ടോ എൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു കഥയുണ്ട്. അത് ഇതിനകത്തുള്ള പോലെ തന്നെ അവന് എല്ലാം സെറ്റ് ചെയ്ത് കൊടുത്താൽ വെട്ടി എല്ലാം സെറ്റാക്കിയിട്ട് പോയിരുന്നിട്ട് ടേബിളിൽ അസെൻഡിങ് ഓർഡർ ഡിസെൻഡിങ് ഓർഡർ വരെ തുണ്ട് നിരത്തി ഇങ്ങനെ വെച്ച്. അത് ടീച്ചറെ കണ്ട അപ്പോഴേ കൊണ്ടുപോയി ഓക്കെ എന്ന് പറഞ്ഞിട്ട് ബാ എനിക്ക് പറഞ്ഞു. ഇവന് അറിയില്ല, ഇപ്പൊ ഇവന് ഏതാ എഴുതണ്ടേന്ന് അറിയില്ല. അത്രയ്ക്ക് ക്വസ്റ്റ്യൻ കണ്ട് ആൻസർ കൈ കിട്ടിയാൽ ഇത് ഏത് ക്വസ്റ്റ്യൻ എഴുതണ്ടേന്ന് അവനറിയില്ല. എടുത്ത് വെച്ച അങ്ങനെ ടെക്സ്റ്റ് തുറന്നു കൊടുത്താലും അവനത് ഏത് ക്വസ്റ്റ്യൻ്റെ ആണെന്ന് കണ്ടുപിടിച്ച് എഴുതാനുള്ള അത്രക്ക് പോലും ഇല്ലാത്തതുകൊണ്ട് അവൻ ഇങ്ങനെ തുണ്ടൊക്കെ എടുത്ത് വെച്ചപ്പോഴത്തേക്കും ടീച്ചർ അവന് ബാപ്പുവാം എന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയി. അങ്ങനെയൊക്കെ കൊണ്ടുപോകുമായിരുന്നു. അതായിരിക്കും തുണ്ട് അങ്ങനെ വന്നത്. ഇപ്പം ഈ ഒരു ടൈം ഫ്രെയിമിന്റെ ഇടയിൽ സിനിമയിൽ നിന്ന് മാറി പഠിത്തം മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് നിന്നപ്പോ മിസ് ചെയ്തിരുന്നു? നല്ല ഒന്നും അങ്ങനെ വന്നിട്ടില്ലായിരുന്നു. ഞാനങ്ങനെ മറ്റേ ഓക്കെ 5 വർഷത്തേക്ക് ബ്രേക്ക്, അത് കഴിഞ്ഞിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് അങ്ങനല്ലേ, അതാ അങ്ങനെ സംഭവിച്ചു. പിന്നെ കൊറോണയൊക്കെ ആയപ്പോഴത്തേക്കും വീട്ടിലിരുന്ന് നല്ല രസമായിരുന്നു. എനിക്ക് ഭയങ്കര മടിയുള്ള ആളാണ്, എനിക്ക് വീട്ടിലിരിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. എടാ, അപ്പൊ നീ വർക്കൗട്ട് ഒന്നും ചെയ്തിട്ടില്ലേ? തടിയൊന്നും പണ്ട് മറ്റേ കുറേ ചീക്സ് ഒക്കെ ഉള്ള ഭയങ്കര എന്താ പറയാ ഭയങ്കര കുട്ടിത്തം നിറഞ്ഞൊരു ഫേസ് ആയിരുന്നു. വർക്കൗട്ട് ഒന്നും ചെയ്തിട്ടല്ലേ കുറഞ്ഞില്ല? ഞാൻ അതാ പറഞ്ഞ ഒരു ദിവസം ജിമ്മിൽ പോയി അഡ്മിഷൻ എടുത്താൽ നാളെ പോവില്ല. അങ്ങനെ എടുത്തിട്ടുണ്ടോ? അങ്ങനെ പിന്നെ ഒരുപാട് കിട്ടും. എന്നെ പിന്നെ ജിമ്മിലെ ആ ട്രെയിനർ കാണുമ്പോഴത്തേക്കും കാണാറുണ്ട്, പഴംപൊടിയൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നിൽക്കുമ്പോഴത്തേക്കും ജിമ്മിലെ ട്രെയിനർ വന്നിട്ട് വരുന്നില്ലേ ഇങ്ങനെ ചോദിക്കും. അത്രേ ഉള്ളൂ. എത്ര ദിവസം അങ്ങനെ മാക്സിമം ജിമ്മിൽ പോയിട്ടുണ്ട്? 2-3 ദിവസം, ഒരാഴ്ചയൊക്കെ പോയിട്ടുണ്ടാവും. അത്രേ ഉള്ളൂ. പിന്നീട് വേണ്ടാന്ന് വെച്ചത് വേണ്ടാന്ന് വെക്കുന്നില്ല, പിന്നെ പറ്റാറില്ല. തിരക്കുകൾ കാരണം പോവാൻ പറ്റാറില്ല. അല്ലാണ്ട് മടി കാരണം പോവാൻ പറ്റാറില്ല. അപ്പം അജാസ് ശരിക്കും ഒരു ആക്ടർ ആവാനാണോ ആഗ്രഹം? അങ്ങനെ ആഗ്രഹം ഒന്നും ഉള്ള ഒരാളല്ലായിരുന്നു ഞാൻ. ഡാൻസ് പഠിക്കാൻ തുടങ്ങിയത് തന്നെ പള്ളിയിലെ ക്ലാസ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് ശരി. അങ്ങനെയാണ് പിന്നെ ഡാൻസ് പഠിക്കാൻ തുടങ്ങിയത്. അത് സ്കൂളിൽ ആനുവൽ ഡേക്ക് എന്തോ കളിക്കാൻ വേണ്ടിയിട്ട് എന്തോ അങ്ങനെ തുടങ്ങി. പിന്നെ അതൊരു ഫ്ലോയിൽ ഇങ്ങനെ പോയി കുറേ നാളായപ്പോഴത്തേക്ക് സിനിമയിൽ കിട്ടി, അങ്ങനെ പുലിമുരുകയിലും കിട്ടി. അതും ഇതേപോലെ ഉറപ്പൊന്നും ഉണ്ടായിരുന്നില്ല, ജസ്റ്റ് പോയി കണ്ടു, അവർക്ക് ഇഷ്ടപ്പെട്ടു, ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു ഫ്ലോയിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. ആഗ്രഹം ഉള്ള ഒരാളൊന്നുമല്ല. ഇപ്പോഴും അങ്ങനെ കരിയറിനെ പറ്റിയിട്ടൊരു ഇത് വന്നിട്ടുണ്ടോ? ഓക്കെ എനിക്ക് ഇന്നതാവണം, ഇന്നത് ചെയ്യണം എന്നുള്ള രീതിയിൽ? ഇല്ല, ഒരു പ്ലാനും ഇല്ല.
ഏത് രീതിയിലാണ് ലൈഫ് പോകുന്നത്. എനിക്കാണ് ഇപ്പോഴത്തെ ഒട്ടുമിക്ക യൂത്ത് ആൾക്കാരുടെ ലൈക്ക് ഗോ വിത്ത് ദ ഫ്ലോ ആ ഒരു സംഭവമാണ്. എയിം ഇല്ലാത്തതല്ല, പക്ഷെ ഡിസപ്പോയിന്റഡ് ആവണ്ട എന്നുള്ളൊരു സാധനമുണ്ട് അവിടെ. അതേപോലെ ആഗ്രഹിച്ചിട്ട് കിട്ടില്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഡിസപ്പോയിന്റഡ് ആവും ഞാൻ. അങ്ങനെ ഉണ്ടായതുകൊണ്ട്. പക്ഷെ നല്ലതാണ്, എയിമൊക്കെ ഉള്ളത് നല്ലതാണ്. ഈ പുലിമുരുകനിലെ ക്യാരക്ടറൊക്കെ അതൊക്കെ ഭയങ്കര ആഗ്രഹിച്ച് കിട്ടിയ ഒരു സംഭവം. അതായത് ആ ഒരു സമയത്ത് നീ എവിടെ പോവുകയാണെങ്കിൽ ആൾക്കാർ ആ പുലിമുരുകൻ പോസ്റ്റ് കാണിക്കുക. എത്ര തവണ കാണിച്ചിട്ടുണ്ടാവും അത്? കുറേ തവണ കാണിച്ചു. അത് എത്ര വർഷം നീണ്ടു നിന്നിരുന്നു ആ ഒരു ട്രെയിൻ? ഇപ്പോഴും കാണിക്കാൻ പറയുന്നവരുണ്ട്. ഇപ്പോഴോ? അതിപ്പോ എൻജോയ് ചെയ്യുന്നുണ്ടോ അതോ ഇപ്പൊ? അന്ന് ഭയങ്കര പ്രശ്നമായിരുന്നു. അന്ന് എന്ന് വെച്ചാൽ ആളുകൾ നമ്മളെ കാണുമ്പോൾ ഇപ്പൊ യൂഷ്വലി ഞാൻ അന്നൊക്കെ ചിന്തിക്കുന്നത് പറഞ്ഞാൽ എന്നെ കാണുമ്പോൾ ഒരാൾ ചിരിച്ചില്ലെങ്കിൽ ഞാൻ പിന്നെ എന്തിനാ ചിരിക്കുന്നത് എന്നൊക്കെ ഉള്ള ഒരു ഇതായിരുന്നു. പിന്നെ ഇപ്പൊ പിന്നെ അഭിനയിക്കാൻ ഇപ്പൊ കാണുമ്പോൾ തന്നെ നമ്മൾ ചിരിക്കും. അഭിനയിക്കാൻ പഠിച്ചു. അപ്പൊ എന്നെ കണ്ടപ്പോ ആദ്യം ചിരിച്ചത് അഭിനയ ചിരിയായിരുന്നു. അല്ല, ഇപ്പൊ എനിക്ക് അറിയാത്ത ഒരാളാന്ന് വിചാരിച്ചു. ഞാൻ കാണുമ്പോഴേക്കും ഇപ്പം നമുക്കറിയാം അങ്ങനെ ചിരിക്കണം, ലൈക്ക് അങ്ങനെയാണ് ഇപ്പൊ. അന്ന് പക്ഷെ നമ്മൾ ചെറുതായിട്ടിരിക്കുമ്പോഴത്തേക്കും അറിയില്ലല്ലോ. അപ്പൊ ഞാനിങ്ങനെ ആലോചിക്കും, എന്തിനാണ് ഇവരെയൊക്കെ എന്റെ പുറകെ ഇങ്ങനെ വരുന്നത്, ഞാൻ ആരാണ് എന്നൊക്കെ ഉള്ള. ഇവരെന്തിനാ എന്നെ കാണുമ്പോ ഇങ്ങനെ, പിന്നെ കവിളിൽ ഇങ്ങനെ പിടിക്കും. അതൊക്കെ എനിക്ക് ഭയങ്കര ഇറിറ്റേഷൻ ആയിട്ടുണ്ടായിരുന്ന സംഭവം. ചുറ്റെന്നൊക്കെ പറഞ്ഞിട്ട് അതെ, അത് ഈ ചൈൽഡ് ആർട്ടിസ്റ്റ് ആയിട്ട് വരുന്ന എല്ലാരും നേരിടുന്ന ഒരു ഇതായിരിക്കും മേ ബി. ഇപ്പൊ പക്ഷെ അതിനൊക്കെ ഒന്ന് ഒരു ഇപ്പൊ ആൾക്കാർ തിരിച്ചറിയാറുണ്ടോ പുറത്തിറങ്ങുമ്പോൾ? കുറവാണ്. ആ ഒരു ഇതിനൊക്കെ ആ ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് മിസ് ചെയ്യുന്നുണ്ടോ? ഇല്ല, മിസ് ചെയ്യുന്നില്ല, പക്ഷെ അത് എൻജോയ് ചെയ്യുന്നുണ്ട്. അതില്ലാത്ത ഇപ്പൊ എനിക്ക് എവിടെ വേണമെങ്കിലും പോവാം, ലൈക്ക് അങ്ങനെ. അത് കുറച്ച് നാളായിട്ടുണ്ട്. കൊറോണ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഈ പറഞ്ഞില്ലേ മനസ്സിലാവുന്നില്ല, ആ ഒരു സ്റ്റേജിൽ എത്തിയതിനു ശേഷം നല്ല രസമാണ്. എന്ത് വേണമെങ്കിൽ ചെയ്യാം എന്ന്. അങ്ങനെ റീസെന്റ് ആയിട്ട് സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉണ്ടായിരുന്നെങ്കിൽ ചെയ്യാൻ പറ്റാത്തൊരു കാര്യം റീസെന്റ് ചെയ്തത് എന്തായിരിക്കും? ചെയ്യാൻ പറ്റാത്തതോ? അതായത് ഇപ്പോഴും ആൾക്കാർ തിരിച്ചറിയുന്ന ആ ഒരു സമയമാണെങ്കിൽ ചെയ്യാൻ പറ്റാത്തൊരു കാര്യം ഇപ്പൊ ചെയ്തത് എന്തായിരിക്കും? അത് യൂഷ്വലി ഫ്രണ്ട്സിൻ്റെ കൂടെ ഒക്കെ പോകുമ്പോഴത്തേക്കും ഇപ്പം നമ്മൾ ഒരാൾ വന്നിട്ട് നമ്മളോട് സംസാരിക്കുമ്പോഴത്തേക്കും അത് അവർക്കൊരു ഡിസ്റ്റർബൻസ് അങ്ങനെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ടല്ലോ. ഇതതില്ല. ഇപ്പം കോളേജിലൊക്കെ പോകുമ്പോൾ അധികം ആർക്കും എന്നെ അറിയില്ല. അത് ഞാൻ നല്ല രസമാണ്. ഞാൻ ലൈക്ക് അവരുടെ ഒരാൾ പോലെ ആർക്കും അറിയാത്തതുകൊണ്ട്. ഈ സീനിയേഴ്സ് ഒക്കെ റാഗ് ചെയ്യാൻ പഠിക്കുമ്പോൾ അവർക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. ഞങ്ങളുടെ കോളേജിൽ അങ്ങനെ സീനിയേഴ്സ് റാഗൊന്നും എന്നെ അറിയില്ല. ഞാൻ കോളേജിൽ പോകുന്നതിന്റെ വളരെ കുറവാണ്. ഞാൻ ക്ലാസ്സിൽ നിന്ന് പുറത്തിറങ്ങുന്നതിന്റെ വളരെ കുറവാണ്. അപ്പൊ എന്നെ അധികം ആർക്കൊന്നും അറിയില്ല. അങ്ങനെ ഇൻട്രോവേർട്ട് ഒന്നും അല്ല, പക്ഷെ അറിയാവുന്ന ആളോട് ഭയങ്കരമായിട്ട് സംസാരിക്കും. അല്ല, പുതിയതായിട്ട് ഒരാളെ കാണുമ്പോഴത്തേക്കും അതെല്ലാരും അങ്ങനെ തോന്നും. കുറെ പേരൊക്കെ അങ്ങനെ. പക്ഷെ അപ്പൊ ഇനിയിപ്പോ തുണ്ട് ഇന്ന് റിലീസായിരിക്കുകയാണ്. ആ ഒരു സെലിബ്രിറ്റി സ്റ്റാർഡം സംഭവങ്ങളൊക്കെ തിരിച്ചു വരുന്നു തോന്നുന്നുണ്ടോ? അത് അറിയില്ല. ഓക്കെ, ഇനി എന്തായാലും സിനിമയിലേക്ക് വരാം. മൊത്തത്തിൽ എങ്ങനെ ഉണ്ടായിരുന്നു ബിജുചേട്ടൻ്റെ കൂടെയുള്ളൊരു എക്സ്പീരിയൻസ്? അതായത് നീയൊക്കെ ജനിക്കുന്നതിന് മുമ്പേ ആക്ടിങ് തുടങ്ങിയ ഒരു വ്യക്തിയാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ മകനായിട്ട് തന്നെ വരികയാണ്. അപ്പം എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്? നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ആദ്യം കുറച്ച് പേടിയാണ്. എനിക്ക് പറഞ്ഞിരുന്ന ഡേറ്റിലല്ലായിരുന്നു ഷൂട്ട്. അപ്പോൾ ഞാൻ ഒരു ദിവസം രാവിലെ കോളേജിൽ പോകാൻ വേണ്ടിയിട്ട് എണീറ്റപ്പോഴാണ് പെട്ടെന്ന് ഷൂട്ടിന് വരണമെന്ന് പറഞ്ഞാൽ അങ്ങനെ പോയി. അങ്ങനെ ഷൂട്ട് എടുത്തത്. അപ്പം ആദ്യം കുറച്ച് ടെൻഷനാണ്, പക്ഷെ ഫസ്റ്റ് ടേക്ക് കഴിഞ്ഞപ്പോൾ തന്നെ ഓക്കെ ആയി. വിജയുടെ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കുന്ന ഒരാളോ അങ്ങനെ നല്ല ഭയങ്കര കംഫർട്ടബിൾ ആണ് വർക്ക് ചെയ്യാൻ. അത് ഫുൾ ക്രൂവിൻ്റെ കൂടെ ഞാൻ ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു. വെച്ചാൽ അവരെല്ലാവരും ഊക്കുന്ന തന്നെയായിരുന്നു, ADs ഒക്കെ. ഇവര് ഞാൻ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് ഇവർക്ക് മറ്റേ വന്ന് ഇന്നത്തെ വേട്ടമൃഗം വന്നു എന്നൊക്കെ പറയുന്നല്ലേ. പിന്നെ ഫുൾ ഊക്കായിരിക്കും രാവിലെ മുതൽ. ഇല്ല, ബിജേട്ടൻ അങ്ങനെ ലൈക്ക് ബിജേട്ടൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് തമാശയൊക്കെ പറയാറുണ്ട്. ബിജേട്ടൻ ഇങ്ങനെ ഉണ്ടക്കണ്ണ എന്നൊക്കെ ആയിരുന്നു പറയുന്നത്, വിളിക്കുന്നത്. അപ്പം അങ്ങനെ കോമ്പിനേഷൻ സീൻസ് ഒക്കെ നല്ല രസമായിരുന്നു. പെട്ടെന്ന് ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു. നമുക്ക് അങ്ങനെ ടെൻഷനോ ഒന്നുമില്ല. ഭയങ്കര ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഇതായിരുന്നു. നല്ല വൈബായിരുന്നു. ഓക്കെ ഓക്കെ. അപ്പോൾ ഈ അഭിനയിക്കാൻ നേരം നിങ്ങൾ തമ്മിലുള്ള ആ ഒരു അച്ഛൻ മകൻ സംഭവമൊക്കെ വരാനായിട്ട് ഇപ്പോൾ ഡയറക്ടർ ആയിക്കോട്ടെ എന്തെങ്കിലുമൊക്കെ നിനക്ക് ടെക്നിക്സോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നോ? ഇല്ല, അവർക്ക് ലൈക്ക് ഇപ്പോൾ റിയാസ്കാക്ക് എന്താണ് വേണ്ടത് അല്ലെങ്കിൽ അവർക്ക് എന്താണ് വേണ്ടതെന്ന് അവർ പറയും. നമ്മൾ അതുപോലെ ചെയ്താൽ ലൈക്ക് അപ്പം തന്നെ കൂടുതലും ഷോർട്സ് ഒക്കെ പെട്ടെന്ന് തന്നെ കഴിയുമായിരുന്നു. ഒരുപാട് ടേക്കൊന്നും അങ്ങനെ പോകാറൊന്നുമില്ലായിരുന്നു. ലൈക്ക് അങ്ങനെ ഭയങ്കര ഈസി ആയിരുന്നു ചെയ്യാൻ. ഭയങ്കര സ്വീറ്റ് ആണ്. ലൈക്ക് എന്നോട് ഇങ്ങോട്ടൊക്കെ വന്ന് ഞാൻ പറഞ്ഞില്ലേ അങ്ങോട്ട് പോയി സംസാരിക്കും. എനിക്ക് ഭയങ്കര പേടിയാണ്. ലൈക്ക് പേടിയല്ല, ഒരു ഷെല്ലുണ്ട്. അപ്പോൾ അത് പുറത്തുതന്നെ ഭയങ്കര ഇതാണ്. ഉണ്ണിമായ ചേച്ചി ലൈക്ക് ഭയങ്കര ഇങ്ങോട്ട് ഓരോ കാര്യങ്ങളൊക്കെ ചോദിക്കും. കോളേജിനെ കുറിച്ച് ലൈക്ക് അങ്ങനെ പല പല കാര്യങ്ങളൊക്കെ ചോദിക്കും. ഭയങ്കര രസമാണ്.
ഇപ്പോൾ ചേച്ചിയുടെ കൂടെ വർക്ക് ചെയ്യുന്നതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേച്ചി ഒരു ആക്ടർ മാത്രമല്ല, ലൈക്ക് ബിഹൈൻഡ് ദ സ്ക്രീനും കൂടെ വർക്ക് ചെയ്യുന്ന ഏഡിയായിട്ടൊക്കെ വർക്ക് ചെയ്യുന്ന ഒരാൾ കൂടിയാണ്. അപ്പം ആ രീതിയിലും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടാവില്ലേ ചേച്ചി? ഒരുപാട് സീൻസ് ഒന്നും അങ്ങനെ ഞങ്ങൾ തമ്മിൽ ഉണ്ടായിരുന്നില്ല. പക്ഷേ ലൈക്ക് കംഫർട്ടബിൾ ആക്കി നോക്കും നമ്മളെ ഭയങ്കരമായിട്ട്. അങ്ങനെ നമ്മൾ ലൈക്ക് ഓരോ സീനൊക്കെ എടുക്കുന്നതിന് മുമ്പ് ഇങ്ങനെ ചെയ്യും അങ്ങനെ ചെയ്യുന്നൊക്കെ പറയാറുണ്ട്. ഓക്കെ. ഇപ്പോൾ ഈ സിനിമയിൽ ഇപ്പോൾ കുറച്ച് നാൾക്ക് ശേഷം വന്നതുകൊണ്ട് ഈ സിനിമയുടെ പേര് തുണ്ട് എന്നായതുകൊണ്ട് ആരെങ്കിലും അതൊരു ഇരട്ട പേരിട്ടോ ഫ്രണ്ട്സ് ആരെങ്കിലും കളിയാക്കുന്നുണ്ടോ? അജാസിന്റെ തുണ്ട് ഇറങ്ങുന്നൊക്കെ പറയാം. അങ്ങനെയാണ് ഇപ്പോൾ ഫ്രണ്ട്സ് പറയുന്നത്. അപ്പോൾ കോളേജിലേക്ക് പോയിട്ട് വേണേടാ ഇന്നെ തുണ്ടിറങ്ങുന്നുണ്ട് എല്ലാവരും കാണണം എന്നുള്ളൊരു കോളേജ് ഗ്രൂപ്പിലൊക്കെ ഇട്ടിട്ടുണ്ട് ഇതിന്റെ ട്രെയിലറൊക്കെ. അപ്പം ആ സമയത്തൊക്കെ നല്ല രസമാണ് ഇങ്ങനെ തുണ്ട് എന്നുള്ള പേര് എല്ലാവർക്കും ഭയങ്കര ക്യാച്ചി ആയിട്ട് തോന്നും. പിന്നെ അത് സിനിമ കാണുന്നവർക്ക് മനസ്സിലായത് നല്ല ആപ്റ്റ് ആയിട്ടുള്ള ഒരു പേരാണ് എന്നുള്ളത്. പേരാണ് ഇതിൽ ബെസ്റ്റ് ആയിട്ടുള്ള വേറെ പേരിടാനില്ല എന്നുള്ളത് അത് സിനിമ കണ്ടു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാവും. ആ തുണ്ടല്ല ഈ തുണ്ട് എന്നുള്ള ഒന്നുമില്ലടാ. പിള്ളേരോട് നമ്മൾ അങ്ങനെയൊന്നും പറയാൻ പാടില്ല. എന്താണെന്നറിയില്ല, നീക്ക് ഇത്ര വലുതായി നമുക്ക് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പോഴും നമ്മുടെ മനസ്സിൽ മറ്റേ ചെറിയ കൊച്ച് എന്നുള്ള ഒരു ഇതാണ് ഉള്ളത്. ആൾക്കാർക്കും അങ്ങനെ ഒരു ഇതുണ്ടാവില്ലേ? കാണുന്നൊരു ചിലവര് എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു നീ എന്തിനാ വലുതായ എന്നൊക്കെ ചോദിക്കും. അപ്പൊ അങ്ങനെ ഇരുന്നാ പോരെ, അപ്പൊ അങ്ങനെ പറ്റിപ്പോയി എന്ത് ചെയ്യാൻ വലുതായി പോയി. അതാണ് ഏറ്റവും ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ കേൾക്കുന്നതിൽ വെച്ചിട്ട്. അത് ഭയങ്കര ഇറിറ്റേറ്റിംഗ് അല്ല, അത് ആളുകൾക്കൊരു ലൈക്ക് ഇപ്പം ഞാനായാലും എൻ്റെ ഒരു ഫ്രണ്ടിനൊക്കെ കുറേ നാൾ കഴിഞ്ഞിട്ട് കാണുമ്പോഴത്തേക്കും എനിക്ക് പൊക്കം വെച്ചു എന്നൊക്കെ പറയില്ല. അതുപോലെ അവർ കുറേ നാൾ കഴിഞ്ഞിട്ട് കാണുമ്പോഴത്തേക്കും ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരാളെ കാണുമ്പോഴത്തേക്കുള്ള ഒരു ഇത് കാണല്ലേ. ഇപ്പൊ ചേച്ചി വന്നപ്പോൾ ചോദിച്ചില്ലേ, നല്ല ഇറിറ്റേറ്റിംഗ് ആയിരുന്നു. അതൊരു കുഴപ്പമായിട്ട് തോന്നിയിട്ടൊന്നുമില്ല. പക്ഷെ അതൊക്കെ ഒരു ഭാഗ്യല്ലേ, അതായത് മലയാളികളുടെ മൊത്തം മുമ്പിൽ നിന്നിട്ടാണ് നിന്റെ ഈ ഒരു ഗ്രോത്ത് ഉണ്ടായിട്ടുള്ളത്. അതായത് ഈ സ്റ്റേജ് നമ്മൾ കാണുക എന്ന് പറയുന്ന പോലെ അന്നൊക്കെ എന്തോരം കിഡ്സ് ഫാൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. എനിക്ക് തോന്നുന്നു ഒരു 80% മലയാളികളും ആ സിനിമ കണ്ടാണ്. അത് ഭയങ്കര ഒരു ഇതാണ്. ആ സമയത്ത് ഒട്ടുമിക്ക ആളുകളും തിയേറ്ററിൽ പോയി കണ്ടത് അമ്മൂമ്മമാരൊക്കെ പോയി കണ്ടിട്ടുള്ള ഒരു സിനിമയായിരുന്നു. അപ്പോഴത്തേക്ക് എല്ലാവർക്കും ഭയങ്കര അറിയാം എന്നുള്ള, എവിടെ പോയാലും അറിയായിരുന്നു എല്ലാവർക്കും ഒറ്റ സിനിമ കൊണ്ട് തന്നെ. പിന്നെ അത് ആ മോഡൽ ചെരുപ്പ് ബാഗിന്റെ അകത്ത് എന്റെ പടമുള്ള ബാഗ് ഒക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത്. അപ്പൊ ആ ഒരു സമയത്ത് ഇതേപോലെ ഭയങ്കര അത്ഭുതപ്പെടുത്തിയിട്ടുള്ള, ഇപ്പൊ ബാഗിന്റെ അകത്ത് പടം വന്നു എന്ന് പറഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്, അത് ഭയങ്കര അത്ഭുതപ്പെടുത്തിയൊരു സംഭവം എന്തായിരുന്നു? അത് ഈ നമ്മളെക്കാൾ ഒരുപാട് പ്രായമുള്ള ആളുകൾക്ക് നമ്മളെ ഭയങ്കര അവരുടെ ഒരാളെ പോലെ ഡെയിലി കാണുന്ന ഒരാളെ പോലെയൊക്കെ നമ്മളെ ട്രീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഭയങ്കര ഇതാണ്. ഭയങ്കര സ്നേഹമൊക്കെ കാണിക്കുമ്പോൾ നമ്മളിങ്ങനെ പോലെ നമ്മൾ വേർത്താണോ ഇതിനൊക്കെ എന്നൊക്കെ തോന്നിയിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്തായാലും അതേപോലത്തെ സമയമൊക്കെ വരട്ടെ എന്ന് പറയാണ് തുണ്ട് റിലീസായിട്ടുള്ളത്. ലൈക്ക് ഒരു ഡാൻസർ ആയതുകൊണ്ട് തന്നെ ആക്ടിങ്ങിൽ അത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന പോലെ തോന്നിയിട്ടുണ്ടോ അജാസിന്? ഫ്ലെക്സിബിൾ ആവാൻ പറ്റാറുണ്ട് ആക്ടിങ്. അപ്പോൾ ആ പുലിമുരുകൻ ചെയ്യുന്ന സമയത്ത് ലൈക്ക് ആ ജമ്പ് ലൈക്ക് ആ ഓട്ടം അതൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കര ഈസി ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. ഫ്ലെക്സിബിൾ ആയതുകൊണ്ട് ഉള്ളൊരു ഇതുണ്ടാവും. പിന്നെ നമുക്ക് ക്യാമറയിന് അത്ര പേടിയൊന്നും കാണൂലായിരിക്കും എന്നുള്ളത് തോന്നിയിട്ടുണ്ട്. ഇനിയിപ്പം അങ്ങനെ ആക്ടിങ് ലൈക്ക് അങ്ങനെ ഒരു ആക്ടർ ആയതല്ല. അവിടെ ചെന്നപ്പോൾ അവർ ഇങ്ങനെ ചെയ്യാൻ പറഞ്ഞു അങ്ങനെ ചെയ്തു, അത്രേ ഉള്ളൂ. അല്ലാണ്ട് കൈന്നിട്ടൊന്നും ചെയ്തിട്ടൊന്നും അങ്ങനെയുള്ള ഒരാളല്ല. അല്ല, എനിക്ക് തോന്നണേ അന്ന് കുറച്ചുകൂടെ കുഞ്ഞായിരുന്നതുകൊണ്ട് ഇതിന്റെ ഒരു സീരിയസ്നെസ് മനസ്സിലാക്കിയിട്ടായിരുന്നു അന്ന് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇല്ല, ആകെ ലാലേട്ടൻ എന്നുള്ളൊരു സാധനം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അന്നും അതേപോലെ മോഹൻലാൽ സിനിമയിൽ അഭിനയിക്കാൻ ചാൻസ് കിട്ടി എന്നുള്ള ലൈക്ക് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. പീറ്റർ ഹീനൊക്കെ പുള്ളിയുടെ അടുത്ത് പിടിച്ചിരുത്തിട്ട് നമ്മളിങ്ങനെ പറഞ്ഞു തരും എല്ലാം. ഭയങ്കര 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 ലൈക്ക് ആ കൂട്ടത്തിൽ ഏറ്റവും ചെറുത് ഞാനായിരുന്നു. അപ്പോഴത്തേക്കും അവർ ഭയങ്കര കെയർ ഒക്കെ ചെയ്തിട്ട് അത് പിന്നെ ഇപ്പൊ ആലോചിക്കുമ്പോഴത്തേക്ക് ഭയങ്കര വലിയ സംഭവം. അന്നത് നമുക്ക് തോന്നില്ല. എങ്ങനെയാ അവര് പറഞ്ഞത് കുട്ടികളോട്? നമ്മൾ മോനെ ഓടിയിട്ട് അങ്ങനെ വേണം ഇങ്ങനെ വേണം അങ്ങനെയൊക്കെയാണോ പറഞ്ഞുതരാ? എന്നോട് അങ്ങനെ ഷൗട്ട് ചെയ്തിട്ടൊന്നുമില്ല. പക്ഷെ ബാക്കി ക്രൂവിനോടൊക്കെ ഓരോ സംഭവം തെറ്റുമ്പോഴൊക്കെ ഷൗട്ട് ചെയ്യുന്ന കേട്ടിട്ടുണ്ട്. എന്നോട് ഭയങ്കര ലൈക്ക് സ്വീറ്റ് ആയിട്ടാണ് സംസാരിക്കുക. പക്ഷെ നിനക്കിപ്പം ലാലേട്ടൻ അന്ന് സെറ്റിൽ വല്ലതും വെച്ച് ഒബ്വിയസ്ലി കോമ്പിനേഷൻ സീൻസ് ഒന്നും ഇല്ല, എന്നാലും സെറ്റിലൊക്കെ എപ്പോഴെങ്കിലും വരുമോ കാണോ പറയുക അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? അപ്പോൾ ഫസ്റ്റ് ഞാൻ ലാലേട്ടനെ നേരിട്ടാണെന്ന് സെറ്റിൽ വെച്ചിട്ടാണ്. എൻ്റെ ഒരു സീൻ കഴിഞ്ഞിട്ട് ലാലേട്ടൻ്റെ സീൻ അപ്പോൾ കാരവനിലേക്ക് ഇങ്ങനെ കയറി പോകുന്നതിന് മുമ്പ് കണ്ടിട്ടുണ്ടായിരുന്നു.
പിന്നെ അതിന് ശേഷം കണ്ടിട്ടുണ്ട്, റിലീസിന് ശേഷമൊക്കെ ഒരുപാട് വട്ടം കണ്ടിട്ടുണ്ട്. ഈ വർഷങ്ങൾക്ക് ശേഷം ഈ കോലം ഇപ്പൊ ഞാൻ ഈ അടുത്തൊന്നും കണ്ടിട്ടില്ല. ഇപ്പൊ ഒരു ആഗ്രഹമുണ്ടോ ലാലേട്ടന്റെ ഒരു ടീനേജ് കാലഘട്ടമൊക്കെ അഭിനയിക്കാൻ എന്നുള്ള? ഇപ്പൊ ആ ലുക്ക് ഉണ്ടോ? ലുക്ക് എടാ വേണമെങ്കിൽ കൂടെ എന്തായാലും ആ ഒരു എനിക്ക് ഇപ്പൊ ചേച്ചിയോട് ചോദിച്ചാൽ ചേച്ചി പറയില്ലേ ലൈക്ക് ലാലേട്ടൻ്റെ കൂടെ അഭിനയിക്കാൻ അത്രേ ഉള്ളൂ. ആ ഒരു അങ്ങനെ ഒരു ആഗ്രഹം എന്നല്ലേ? അടിപൊളി. പണ്ട് D4 വരുമ്പോൾ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, അജാസിന് അവിടെ ക്രൂവും ആങ്കേഴ്സ് ജഡ്ജസ് എല്ലാം കൂടെ പറഞ്ഞു തന്നെ പൊറോട്ട ചിക്കൻ ഒരു ക്രേവിങ്ങിന്റെ ഒരു സംഭവം പറയില്ലേ, ഇപ്പോഴുണ്ടോ ആ സംഭവം? ഈ അതെന്തായിരുന്നു അന്നുണ്ടായിരുന്ന ഒരു, എനിക്ക് എവിടെയോ ഒരു ചെറിയൊരു മെമ്മറി ഉണ്ട്. അത് ഞാനിങ്ങനെ ലൈക്ക് അതിൻ്റെ ഒരു വീഡിയോയ്ക്കകത്ത് ഞാൻ ഇങ്ങനെ പറഞ്ഞാൽ എനിക്ക് കഴിക്കാൻ പൊറോട്ട ബീഫും ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അന്ന് തൊട്ടേ ഇങ്ങനെ പൊറോട്ട എന്നായിരുന്നു വിളിക്കുന്നത്, പ്രശ്ന മാസ്റ്ററൊക്കെ. അങ്ങനെയാണ് ആ പേര് കാണാൻ. ഇപ്പോഴും ചോദിക്കാറുണ്ട് ആളുകൾ, ഇപ്പോഴും പൊറോട്ട കഴിക്കാറുണ്ടെന്ന്. ഇപ്പോഴും പൊറോട്ടയും ചിക്കനും ആണ് ഫേവറേറ്റ് ഫുഡായിട്ട് വരുന്നത്. ലൈക്ക് എനി ടൈം എപ്പോൾ തന്നാലും കഴിക്കും. ഒരു ഓപ്ഷൻ കിട്ടിയാൽ എന്തെങ്കിലും എന്താ കഴിക്കാൻ വേണ്ടേ, പൊറോട്ട അങ്ങനെ പറയുന്നത്. ഇപ്പം എനിക്ക് ഞാൻ പറഞ്ഞില്ലേ മറ്റേ വിനോദയാത്രയിൽ ദിലീപ് എന്നാലും എൻ്റെ രശ്മി എന്ന് പറയുന്ന അവസ്ഥയാണ് എനിക്കിപ്പോൾ ആക്ച്വലി അജാസ് കണ്ടിട്ട്. എനിവേ ഞാനൊരു റിക്വസ്റ്റ് വെക്കുകയാണ്, ആ പുലിയെ കൊല്ലണം എന്ന് പറയുന്ന ഡയലോഗ് ഒന്ന് റീക്രിയേറ്റ്. ആ ഡയലോഗ് ഞാൻ എന്താണ് ആ ഡയലോഗ്? മറന്നുപോയി. പുലിയെ കൊല്ലണം അങ്ങനെയായിരുന്നില്ലേ അത്? കൊല്ലണം, പുലിയെ കൊല്ലണം, അത് ഞാൻ മറന്നുപോയി. ഇത് തന്നെ സംഭവം. അത് പിന്നെ എന്താ പറയണം? പുലിയെ കൊല്ലണം, ആ ഒരു സാധനം മാത്രം ഒന്ന് പറഞ്ഞാൽ മതി. കൊല്ലണം, പുലിയെ കൊല്ലണം. താങ്ക് യു അജാസ്, എന്തായാലും എൻ്റെ റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്തല്ലോ. നൈസ്. അത് ആ ഒരു തിയേറ്ററിൽ ഇരുന്ന് നമ്മളൊക്കെ കണ്ടപ്പോഴേ ശരിക്കും നമുക്ക് ഭയങ്കര ആ ഞങ്ങൾ ഫാമിലി ആയിട്ട് തിയേറ്ററിൽ, ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ നമ്മൾ പോയി കണ്ടത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടം തോന്നിയ ഒരു സീനായിരുന്നു. അച്ഛനെ പിടിച്ചിട്ട് പോകത്തില്ലേ, ആ സീനൊക്കെ കാണുമ്പോഴത്തേക്കും ഭയങ്കര സങ്കടം. പിന്നെ ആ പാട്ടൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കരമായിട്ട്, ആ പാട്ട് ഇപ്പോഴും കേൾക്കുമ്പോൾ നിന്റെ മുഖമാണ് മനസ്സിലേക്ക് ഓർമ്മ വരിക. എന്തായാലും കമ്മിങ് ബാക്ക് ടു തുണ്ട് അഗൈൻ. അപ്പോൾ ഇതിൻ്റെ ഡയറക്ടറിൻ്റെ ഫസ്റ്റ് ഡെബ്യൂ ഫിലിമാണല്ലോ ഇത്. അപ്പോൾ മൊത്തത്തിൽ ക്രൂവും സംഭവങ്ങളും ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു? ഇതിൻ്റെ ഡയറക്ടറിൻ്റെ ഫസ്റ്റ് ഡയറക്ടോറിയൽ ഡെബ്യൂ ആണ്. പക്ഷെ മുമ്പും തല്ലുമാലയിലൊക്കെ ജിംഷിക്കാലിൻ്റെ അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഭയങ്കര ക്ലീൻ ആയിരുന്നു, ലൈക്ക് ഹീ നോസ് വാട്ട് ഹീ ഈസ് ഡൂയിങ് എന്നുള്ള ഒരു സംഭവമുണ്ട്. ഇതാണ് ഇപ്പം എന്നോട് കഥ പറയുമ്പോഴും അല്ലെങ്കിൽ നമ്മളോട് ഒരു സീൻ പറഞ്ഞു തരുമ്പോഴത്തേക്കും ഇങ്ങനെയാണ് നമ്മൾ ഷൂട്ട് ചെയ്യാൻ പോകുന്നത് എന്നുള്ള രീതിയിലായിരിക്കും. ഇത് ഇവിടുന്ന് അത് വരും ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞു തരും. നമുക്ക് ആ ഒരു ലൈക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റും കറക്റ്റ് ഷോട്ടെല്ലാം. അത് ഭയങ്കര റിയാസ് ഖേയോട് ലൈക്ക് ഒരു ബ്രദർ ലൈക്ക് റിലേഷൻഷിപ്പാണ്. അപ്പം നമ്മൾ അങ്ങനെ ഒരു ഡയറക്ടർ ഒരു ആക്ടർ എന്നുള്ള സാധനം ഇല്ല. അപ്പോൾ റിയാസ്ക്ക് അടുത്ത് വന്നിട്ട് പറയും ഇതിങ്ങനെ കുറച്ച് അങ്ങനെ എന്ന് പറയുമ്പോഴേക്കും നമുക്ക് മനസ്സിലാവും. ഏതെങ്കിലും സീനൊക്കെ കുറേ ടേക്ക് പോകേണ്ടി വന്നിട്ടുണ്ടോ? ഒരു പ്രോബ് ക്യാമറയിൽ ഷൂട്ട് ചെയ്തതിന് കൈവറയിൽ കാരണം കുറേ അങ്ങനെ ഷൂട്ട് ചെയ്തു. ഒരു ക്ലോസ് ഷോട്ട് എടുക്കുന്നില്ല, അങ്ങനെ പോയിട്ടുള്ള. അല്ലാണ്ട് അങ്ങനെ ഒരുപാട് ടേക്ക് ഒന്നും പോയിട്ടില്ല. പെട്ടെന്ന് ഭയങ്കര സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. നല്ല വർക്കിംഗ് കണ്ടീഷൻ ആയിരുന്നു ലൈക്ക് അവരുടെ കൂടെ. ഇപ്പം ഇവരല്ലാതെ എൻവയോൺമെന്റ് ആയിരുന്നു. ഇപ്പം ഇവരല്ലാതെ തന്നെ വേറെ കുറേ സ്റ്റാർസ് ഫിലിമിലുണ്ടല്ലോ, ലൈക്ക് ഷൈൻ ടോം ഒക്കെ ഉണ്ട്. അപ്പം എങ്ങനെയായിരുന്നു അവരുടെ കൂടെയൊക്കെ, ഷൈൻ ചേട്ടൻ്റെ കൂടെയൊക്കെ ഉള്ളൊരു എക്സ്പീരിയൻസ്? ഷൈൻ ചേട്ടനായിട്ട് എനിക്ക് കോമ്പിനേഷൻ സീനൊന്നുമില്ല. എനിക്ക് ബി ചേട്ടനും പിന്നെ ഉണ്ണിമായ ചേച്ചിയായിട്ടും മാത്രമേ ഉള്ളായിരുന്നു. ഈ ഡയറക്ടറിന്റെ അടുത്ത് എപ്പോഴെങ്കിലും ചോദിച്ചിട്ടുണ്ടോ ലൈക്ക് ഈ ഒരു അതല്ലടാ, ഇപ്പം ഇതിന്റെ ഒരു സംഭവം ഒരു ഇൻസ്പിറേഷൻ വരാൻ എന്താണ് ഒരു റീസൺ? ചേട്ടൻ എപ്പോഴെങ്കിലും തുണ്ട് വെച്ചിട്ടുണ്ടോ എന്ന് നീ ചോദിച്ചിട്ടുണ്ടോ? ഇല്ല, ഇത് എവിടുന്ന കിട്ടിയെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ഇങ്ങനെ പറഞ്ഞു അത് ലൈക്ക് ഒരു മുമ്പ് നടന്നിട്ടുള്ള ഒരു ന്യൂസ് ലൈക്ക് ആ ഒരു ബിറ്റിൽ നിന്നാണ് ഈ ഐഡിയ വന്നിട്ടുണ്ടെന്ന് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ബേസ്ഡ് ഓൺ റിയൽ ഇൻസിഡന്റ് ആണ് സിനിമ, അങ്ങനെ പറയാൻ പറ്റില്ല. എന്നാലും അതിൽ നിന്നുള്ള ആ ഒരു സാധനം എടുത്തിട്ടുണ്ട്, അത്രേ ഉള്ളൂ. ആ ഒരു ന്യൂസിൽ നിന്നാണ് ആ ഒരു ഐഡിയ വന്നത്. ഈ D4 ഡാൻസ് എന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് പണ്ട് ഭയങ്കരമായിട്ട് സെലിബ്രേറ്റ് ചെയ്യപ്പെട്ട ഒരു റിയാലിറ്റി ഷോ ആയിരുന്നല്ലോ. എല്ലാവർക്കും ഭയങ്കര കാര്യമായിരുന്നു. ആ സമയത്ത് ഒരു ട്രെൻഡിങ് തന്നെയായിരുന്നു. അതായത് നിങ്ങൾ ആ സമയത്ത് ഇപ്പം സാനി അയ്യപ്പൻ, റംസാൻ, GP, പേളി എല്ലാവരും ഇപ്പോൾ ഭയങ്കര വലിയ സ്റ്റാർസ് ആയിട്ട് നിൽക്കുകയാണ്. അവരായിട്ടൊക്കെ ഇപ്പോഴും നിങ്ങൾക്ക് ആ ഒരു കോൺടാക്റ്റോ ഗ്രൂപ്പോ സംഭവങ്ങളൊക്കെ ഉണ്ട്? റംസാനായിട്ട് ഫസ്റ്റ് സീസൺ എൻ്റെ സീസണിലായിരുന്നു റംസാനിക്കയും ഒക്കെ, ദിൽഷ അവരൊക്കെ. സെക്കൻഡ് സീസൺ അങ്ങനെ അത് കുറെ ഇങ്ങനെ പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ സെക്കൻഡ് സീസണിലാണ് സാനിയ ഒക്കെ വന്നത്. സീസൺ ഫസ്റ്റിലായിരുന്നു ഞാൻ. അപ്പോഴത്തേക്കും ആ ഒരു റാപ്പ് ഇപ്പോഴും റംസാനിക്കായിട്ട് ഇപ്പോഴും കോണ്ടാക്ട് ഉണ്ട്.
സംസാരിക്കാറുണ്ട് ഇടയ്ക്ക്. സാനിയൊക്കെ ആയിട്ട് കമ്പനി ഉണ്ടോ? പേളി ചേച്ചി കണ്ടിട്ടില്ല അതിന് ശേഷം, പിന്നെ ആരും ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. ജഡ്ജസ് ആരെങ്കിലും ഇപ്പൊ എനിക്ക് ഓർമ്മയുണ്ട് പ്രിയാമണീന്റെ ഒക്കെ ഭയങ്കര പെറ്റായിരുന്നു നീ, എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു, എസ്പെഷ്യലി പ്രസന്ന മാസ്റ്റർക്ക്. അവരൊക്കെ ആയിട്ട് ഇപ്പോഴും വിളിക്കാറുണ്ടോ? കണ്ടിട്ട് കുറെ നാളായി, പക്ഷെ കാണുമ്പോഴത്തേക്കൊക്കെ നല്ല പ്രിയമണി ചേച്ചിയൊക്കെ ആയിട്ട് കണ്ടിട്ടുണ്ട്. ഓക്കെ. ഇനിയിപ്പം അജാസിനെ ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള നിലയിൽ നമ്മൾ ഇത്രയും കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു, ഇത്രയും കാര്യങ്ങൾ നമുക്കറിയാം. ഇനിയിപ്പോൾ കുറച്ച് പേഴ്സണൽ ഇതിനകത്തേക്ക് ഞാൻ വരികയാണ്. എന്താ പഠിക്കുന്നത് അജാസ്? ആക്ച്വലി ഞാൻ BA ഇംഗ്ലീഷ്. എവിടെ പഠിക്കുന്നത്? ഫാത്തിമ കോളേജ്, കൊല്ലം. അപ്പോൾ സാധാരണ ഇങ്ങനെ ഡാൻസ് ഒക്കെ ഇഷ്ടമുള്ളൊരു ഡാൻസിൽ എന്തെങ്കിലുമൊക്കെ മാസ്റ്റേഴ്സ് ഒക്കെ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഡിഗ്രി ചെയ്യാനൊക്കെ പോകാറുണ്ട്. എന്താ അപ്പം അങ്ങനെ, അല്ലെങ്കിൽ തിയേറ്ററൊക്കെ സെലക്ട് ചെയ്യാൻ? ഞാൻ അത് ആളുകൾ പറയും, ഓരോരുത്തർ പറയും ഐ എം എ ബോൺ ഡാൻസർ എന്നൊക്കെ പറയുന്നത്. ഞാൻ അങ്ങനെ ബോൺ ഡാൻസർ ഒന്നുമല്ല, ഞങ്ങൾക്ക് സിറ്റുവേഷണലായിട്ട് പറ്റിപ്പോയാൽ അങ്ങനെ എനിക്ക് ഭയങ്കര പാഷൻ ഒന്നുമുള്ള, ചിലപ്പോൾ അത് ഒഫൻഡഡ് ആകും, പക്ഷേ എനിക്കങ്ങനെ ഭയങ്കര പാഷനൊന്നും ഇല്ലായിരുന്നു ഡാൻസിനോട്. എൻ്റെ ചുറ്റിനും നിന്ന ആളുകൾ അവർ കുറേ ഡാൻസ് റിലേറ്റഡ് ആയിട്ട് നിന്നുകൊണ്ട് ഞാനും ആ സമയത്ത് ഡാൻസ് റിലേറ്റഡ് ആയിട്ട് നിന്നതാണ്. പഠിച്ചിട്ടില്ല അങ്ങനെ ഡാൻസ് ഒന്നും, അങ്ങനെ അത് ഇങ്ങനെ സംഭവിച്ചു പോയത്. അതാ പറഞ്ഞു, ഞാൻ ക്ലാസ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡാൻസ് പഠിക്കാൻ തന്നെ പോയത്. അത് ഇവിടം വരെ കൊണ്ട് എത്തിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ വീട്ടുകാരുടെ ഒരു നിർബന്ധം വെച്ചിട്ടായിരുന്നു അപ്പൊ അന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നത്? അതോ സ്വന്തം ഡാൻസോ? അല്ല, അതാ പറഞ്ഞ ക്ലാസ് കട്ടി ഇന്ന് പോണ്ടല്ലോ എന്ന് ആലോചിച്ചിട്ട് പഠിക്കാൻ പോയിട്ട് അങ്ങനെ. അപ്പൊ ഇപ്പൊ എങ്ങനെ ഡാൻസ് ഒക്കെ ഫോളോ ചെയ്യുന്നുണ്ടോ? അതോ പ്രാക്ടീസ് ഉണ്ട്, ഇടയ്ക്കിടയ്ക്ക് പ്രാക്ടീസ് ചെയ്യാറുണ്ട്. അങ്ങനെ ഈ ഡാൻസ് അറിയാവുന്ന, ഇപ്പൊ ഇത്രയും കാണാൻ കൊള്ളാവുന്ന നല്ലൊരു പയ്യനായതുകൊണ്ട് എന്താടാ നീ ചിരിക്കുന്നത്? രസമുണ്ട് കേൾക്കാൻ. മൊത്തം പറയട്ടെ. അപ്പൊ കോളേജിൽ ഒരു വലിയ സ്റ്റാർ ആയിരിക്കുമല്ലോ നീ? അല്ല, സീരിയസ്ലി ഇതിൽ ഫസ്റ്റ് ഇയർ ആണ് ഞാൻ, കമ്പനിയായി വരുന്നേ ഉള്ളൂ. ഒക്കെ ആവുമ്പോ നമുക്ക് നോക്കാം, ഇത് സമയം എടുക്കും. എന്നാലും അങ്ങനെ ആൾക്കാരൊക്കെ പറയുന്നുണ്ടാ ഒരു ഫിലിം സ്റ്റാർ ഉണ്ട്, നല്ല ഡാൻസ് ഒക്കെ കളിക്കുന്ന, കോളേജിൽ സ്റ്റാർ ആവാനുള്ള ഒരു പൊട്ടൻഷ്യൽ ഉണ്ട്, നീ അത് കളയരുത്. അല്ല, എനിക്ക് ഈ ഓഡിയൻസിൽ ഇരിക്കാനാണ് കുറച്ചും കൂടെ ഇഷ്ടം. ആണോ? എനിക്ക് അങ്ങനെ നമ്മൾ ഇങ്ങനെ ഇരുന്നിട്ട് നമ്മൾ കമന്റ് അടിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഇരിക്കാനാണ് താല്പര്യം. ചാൻസ് കിട്ടിയാൽ ചിലപ്പോൾ ചെയ്യായിരിക്കും. ഈ ഫാൻ ഫോളോയിങ്, പെൺകുട്ടികളെ മെസ്സേജ് അയക്കുക, പുറകെ കിടക്കുക, അങ്ങനെ ഇല്ല, ഒന്നുമില്ല. ഇല്ല, ഇത് ശരി. ഞാൻ പുറകെ കിടക്കുന്ന അത് ഞാൻ ചോദിച്ചില്ല. അത് നിനക്ക് അപ്പൊ നീ പുറകെ നടക്കുന്നുണ്ട്? ഇല്ലില്ല. കള്ള, നിനക്ക് ലൈൻ ഉണ്ട്, ഇതിന് പോകണ്ട. അല്ല, എന്റെ ഫ്രണ്ട് സർക്കിളും ഭയങ്കര ചെറുതാ. അപ്പം അങ്ങനെ അത് എന്റെ ഫ്രണ്ട്സിനോടൊക്കെ ചോദിച്ചാൽ ചിലപ്പോൾ മനസ്സിലാവും. ഞാൻ വിളിച്ചേരട്ട ബിസി ആയിരിക്കും ഇപ്പം, ഞാൻ ചോദിക്കായിരുന്നു. അപ്പൊ അവർക്കൊക്കെ അറിയാം, അങ്ങനെ പുറത്തങ്ങനെ ആരുമായിട്ടും പെട്ടെന്ന് കമ്പനി ആവുന്നൊന്നുമല്ല. ഇൻസ്റ്റാഗ്രാമിലും അങ്ങനെ ചാറ്റ് ചെയ്യുന്ന അങ്ങനെ ഒരു ആളൊന്നുമല്ല. അത് ശരി. ഇപ്പോൾ ലാലേട്ടൻ്റെ ചൈൽഡ്ഹുഡ് ചെയ്തു, ഇപ്പോൾ ബിജു ചേട്ടൻ്റെ മകനായി ചെയ്തു, ഇനി ആരുടെ കൂടെ വർക്ക് ചെയ്യണമെന്നാണ്? എല്ലാവരുടെയും കൂടെ വർക്ക് ചെയ്യണം. ഭയങ്കര ഡിപ്ലോമാറ്റിക് ആൻസർ. എന്നാലും അപ്പോൾ കുറേ ചെയ്യാൻ പറ്റും. അത് ശരിയാണ്. പക്ഷേ ഈ കാണാനൊക്കെ ആരെങ്കിലും ഷായ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ പറഞ്ഞിട്ടില്ല. ചേച്ചിക്ക് എന്താ തോന്നുന്നത്? എനിക്ക് നിന്നെ കണ്ട ആരുടെയോ ഷായ തോന്നുന്നുണ്ട്, പക്ഷെ ആരുടെയെന്ന് എനിക്ക് പറയാൻ പറ്റുന്നില്ല. അല്ലേ, ആരുടെയോ ഷായ ഇല്ലേ? ആരുടെയോ ഷായ ഉണ്ട്, പക്ഷെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ കമന്റ് ആവും. അയ്യോ, അത് വേറെയൊക്കെ വരുവോളെ, ഇത് പേടിച്ചിട്ട് ഞാൻ വേണോ വേണ്ടിയോ എന്നൊക്കെ. ഇനി എന്താണ് ഫ്യൂച്ചർ പരിപാടികൾ? ഒന്നും പ്ലാൻഡ് അല്ല. സിനിമ ചെയ്യണം എന്ന് താല്പര്യമുണ്ട് ഇരിക്കുന്നത് അല്ലേ? ഞാൻ പൃഥ്വിരാജ് ഒന്നും അല്ല ഇങ്ങനെ പറഞ്ഞിട്ട് 10 വർഷം കഴിഞ്ഞിട്ട് ഞാനിവിടെ അത്രയും ഇതൊന്നുമില്ല. ഞാൻ ഒരു കാര്യം, നീ ചുമ്മാ എന്തെങ്കിലും പറ, 10 വർഷം കഴിഞ്ഞ് അങ്ങനെ നടക്കുകയാണെങ്കിൽ നടക്കൂടാ, അങ്ങനെ വിചാരിച്ചു. അപ്പം അങ്ങനെ പ്രത്യേകിച്ച് പ്ലാൻ ഒന്നുമില്ല. അപ്പൊ നീ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എടുത്തത് എന്തിനാ എടുത്തേ? എന്റെ ടീച്ചേഴ്സാ കാണുന്നത്, അങ്ങനെ ഇംഗ്ലീഷിനോട് ഇഷ്ടമുണ്ട്. അപ്പൊ അങ്ങനെ. ഓ, യു ലൈക്ക് ഇംഗ്ലീഷ്? പക്ഷെ ഇംഗ്ലീഷ് സംസാരിക്കാൻ പറയില്ല, പ്രത്യേകിച്ച് ഇവിടെ വെച്ച്. ആണോ? ഇനി എന്തെങ്കിലും സിനിമയൊക്കെ സൈൻ ചെയ്ത് വെച്ചിട്ടുണ്ടോ? ഇല്ലില്ല, ഒന്നും ചെയ്തിട്ടില്ല. അല്ല, ഐ മീൻ അങ്ങനെ 1-2 സംസാരമൊക്കെ ഉണ്ട്, അല്ലാണ്ട് തീരുമാനമൊന്നും ആയിട്ടില്ല എന്നല്ലേ? മലയാളം ഫിലിംസ് ആണോ ഇപ്പം ചെയ്തിട്ടുള്ളത്? വേറെ ലാംഗ്വേജിലേക്കൊക്കെ ചെയ്തിട്ടില്ല. എനിക്ക് മാത്യുവിനെ പോലെ തോന്നുന്നു. ആരും പറഞ്ഞിട്ടുണ്ടോ? ഞാൻ ഇങ്ങനെ കുറച്ച് നേരമായിട്ട് മനസ്സിലിട്ട് ഇങ്ങനെ ആലോചിക്കുമായിരുന്നു, എവിടെയോ എനിക്ക് മാത്യുവിനെ പോലെ തോന്നുന്നു. പക്ഷെ മാത്യുവിന്റെ ഹെയർ ഇത്തിരി ഷോർട്ടാ. പണ്ട് കുറെ മുടി വളർത്തിയിട്ടുണ്ടായിരുന്നു, ഇപ്പം അത് കട്ട് ഷോർട്ട് ചെയ്തതാണ്.
സാധാരണ നേരെ തിരിച്ച് വലുതാകുമ്പോൾ ആൺകുട്ടികൾ ഇങ്ങനെ ഭയങ്കര മുടിയൊക്കെ വളർത്തുക. ഞാൻ കുറേ നാള് മുടി വളർത്തി ഇട്ടിരുന്ന, അപ്പൊ പിന്നെ വെട്ടാൻ തോന്നി ഇങ്ങനെ. ഇതിൻ്റെ അകത്തും കുറച്ച് മുടിയുണ്ട്. അത് ശരി. ഓക്കെ, അപ്പം എന്തായാലും അജാസെ ഓൾ ദ വെരി ബെസ്റ്റ്. ഇനി നല്ല നല്ല സിനിമകളൊക്കെ ആയിട്ട് പലരുടെയും മകനായും ചൈൽഡ്ഹുഡായിട്ടും നായകനായും വരട്ടെ. അങ്ങനെ ഒരു ദിവസം അജാസ് നായകനായി വരികയാണ്. അപ്പൊ ആരെയാണ് ഇത്? എല്ലാവരും ചേച്ചിനെ വിളിക്കാം. താങ്ക് യു പറയാം. ഞാനന്ന് ബിസി ആണെങ്കിലോ, നീ ഇപ്പൊ ഉള്ള എടാ അതങ്ങനെ പറയാൻ പറ്റത്തില്ല. നീ ഇപ്പൊ ഉള്ള നിനക്ക് ഇഷ്ടപ്പെട്ട ഒരു ആളെ നിനക്ക് നായികയാക്കി വെക്കാൻ ഞാനൊരു അവസരം തരാം. നീ ആരെയാക്കും നിന്റെ ഹീറോ? നിന്റെ ഫസ്റ്റ് ഫിലിമാണ് ഇപ്പോഴോ? ഇപ്പൊ സ്ട്രീമിലുള്ള നായികനെ ആരാണെന്ന് പറയാം. ആരാണെന്ന് പറയാം. മലയാളത്തിൽ നിന്ന് പറയണേ. അന്ന് വെക്കാൻ. ഓ, നീ അങ്ങനെയൊക്കെ നോക്കിയിട്ടാണല്ലേ പറയുന്നത്. അങ്ങനെയാണ് ഇനി വരാതിരിക്കുന്നുള്ളായിരിക്കും. അല്ല, ഇപ്പൊ ഉള്ള ആരെങ്കിലും ലൈക്ക് നിനക്ക് നിന്റെ ഹീറോയിൻ ആക്കാൻ ഇഷ്ടം? ഹീറോയിൻ ആയിക്കല്ല, എനിക്ക് ഭയങ്കര നസ്രീനെ ഭയങ്കര ഇഷ്ടമാണ്. ഹീറോയിൻ ആയിക്കാൻ എനിക്കറിയില്ല. അങ്ങനെ നസ്രിയ. ഓ, നസ്രിയനെ നായികയാക്കി. നായികയാക്കണ്ട, ഞാൻ നായികയാക്കാനാണ് ചോദിച്ചത്. അപ്പൊ നസ്രിനെ ചേച്ചിക്ക് നല്ല പ്രായമായതുകൊണ്ട് പിന്നെ അത് പറ്റൂല. എല്ലാവരും നോക്കായിരുന്നു. എടാ എന്താടാ ഇങ്ങനെ നീ എന്തിങ്ങനെ പറയുന്നേ? ഇന്റർവ്യൂ കഴിഞ്ഞിട്ടോ ഗൈസ്. അപ്പൊ എന്തായാലും അജാസ് ഓൾ ദ വെരി ബെസ്റ്റ്. നിന്റെ നായികയുടെ ചിലപ്പോൾ ഞാൻ തന്നെ വരും. നിനക്ക് അങ്ങനെ തന്നെ വേണം. അമ്മയായിട്ടായിരിക്കും ഭാവിയിൽ പ്രതീക്ഷിക്കാം. നമുക്ക് അടുത്ത ഇന്റർവ്യൂവിൽ വേഗം കാണാം. അപ്പൊ ശരിടാ, നീ വാ അങ്ങോട്ട്. എനിക്ക് ഓക്കെ ബൈ.